ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് അമൃതപ്പൊടിയും പഴം കൊണ്ടുള്ള ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ 3 പഴം എടുത്തിട്ടുണ്ട്. നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഈ 3 പഴം ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കണം. ഞാൻ അതിലേക്ക് ഒരു 1/3 കപ്പ് ഷുഗർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ബനാന നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റാക്കി തന്നെ എടുക്കണം, എന്നാലേ നമ്മുടെ കേക്ക് നന്നായി റെഡിയായി വരുള്ളൂ. ഇനി നമുക്ക് കേക്കിന് വേണ്ട സ്പോഞ്ച് തയ്യാറാക്കാനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് അമൃതപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ലൈറ്റ് കൊക്കോ പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കൊക്കോ പൗഡർ ഇല്ലാതെ ഉണ്ടാക്കാം. ഇതാവുമ്പം കുട്ടികൾക്ക് കുറച്ചും കൂടെ ഒരു ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതാണ്. ഇനി അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി അതിലേക്ക് ഒരു നുള്ളുപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഒരു 3 വട്ടെങ്കിലും അരിച്ചെടുക്കുമ്പം നമ്മുടെ കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് വരും, നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇപ്പം ഞാനിതാ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഒരു പാത്രത്തിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി അല്ലെങ്കിൽ സുർക്ക. ഇനി നമുക്കിതൊരു ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുമ്പോൾ നന്നായി ഒന്ന് പൊന്തി വരുമൊന്നുമില്ല, പക്ഷേ ഇതൊക്കെ ഒന്ന് മിക്സായി ഒന്ന് റെഡിയായി കിട്ടാനാണ് ഞാനിതൊന്ന് ബീറ്റർ വെച്ചിട്ട് ചെയ്യുന്നത്. വിസ്ക് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1/2 കപ്പിൻ്റെ കപ്പിലായിരുന്നു എടുത്തു പോയിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനൊന്നത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഓയിലും ബനാനൻ്റെ ആ ഒരു ജ്യൂസും കൂടി ഒന്ന് മിക്സ് ആയി കിട്ടാനാണ്. അപ്പം അത് ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മാനറിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് അമൃതപ്പൊടി ആയതുകൊണ്ട് കുറച്ചൊന്ന് കട്ടിയായിട്ട് നിൽക്കും, അതൊന്നും സാരമില്ല, മിക്സ് ചെയ്തിട്ട് അപ്പം ഇതൊക്കെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ സമയം ഇത് നല്ല കട്ടിയായി നിൽക്കുകയാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുള്ള പാലോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളത്തോളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഇതൊന്ന് ലൂസാക്കി എടുക്കാൻ. ഇപ്പോൾ ഇതാ ഞാൻ വെള്ളം ഒഴിച്ചൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. എങ്ങനെയായാലും കുറച്ച് കട്ടിയായിട്ട് നിൽക്കും, അതൊന്നും പ്രശ്നമില്ല. അതെങ്ങനെയായാലും അമൃതപ്പൊടി കുറച്ച് വെള്ളം നല്ലോണം കുടിക്കുമല്ലോ, അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് ടൈറ്റായി വരും, അതൊന്നും പ്രശ്നമില്ല. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. ഇങ്ങനെ കഴിക്കുന്ന കുട്ടികൾ കുറച്ച് കൂടുതൽ അത് കഴിക്കാനുള്ള ചാൻസ് ഉണ്ട്. ചോക്കോ ചിപ്സ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആണല്ലോ. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാനിതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു കേക്ക് മോൾഡ് ആണ് എടുത്തിട്ടുള്ളത്. കേക്ക് മോൾഡല്ല, ഒരു ടിന്നാണ്. ഞാൻ കേക്ക് ഉണ്ടാക്കുന്നൊരു പാത്രമാണ്. അതിൽ ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ഈ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കതൊന്ന് റെഡിയാക്കിയിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച്
ചോക്കോ ചിപ്സ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇങ്ങനെയുള്ളൊരു പാത്രത്തിൻ്റെ അകത്ത് വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കാറ്. ഞാൻ ഓവനിലൊന്നല്ല കേക്ക് ബേക്ക് ചെയ്യാറുള്ളത്. ഇങ്ങനെയൊരു വലിയ പാത്രത്തിൻ്റെ ഉള്ളിൽ ഒരു മൂടിത്തട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ഹൈറ്റുള്ളൊരു സാധനം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാറാണ്. അപ്പോൾ ഞാൻ അതേമാതിരി വെച്ചിട്ടുണ്ട്. ഇനി 35 മുതൽ 45 മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കിയിട്ട് വെന്തിട്ടുണ്ടെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണിത്, നല്ല ഹെൽത്തി ആയിട്ടുള്ള കേക്കുമാണ്. എല്ലാവരും വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അമൃതപ്പൊടിയൊക്കെ വേസ്റ്റാക്കി കളയണ്ടല്ലോ, വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള വേറൊരു ഫുഡുമായിട്ട് കാണാം. ബൈ.